സോ റീസെൻ്റ്ലി കുറേ റീൽസും ഷോർട്സൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കൊച്ചിയിലും അതേപോലെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ആലുവയിലൊക്കെ പഴയ പട്ടുസാരി എടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. നല്ല പൈസ എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ. 35,000, ചിലർക്ക് 48,000 അങ്ങനെയൊക്കെയുള്ള എമൗണ്ടാണ് കിട്ടണത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് ശരിക്കും ഉള്ളതാണോ? ഇത് ഇത്രയും പഴയ 10-20 കൊല്ലം പഴക്കമുള്ള സാരി കൊടുത്തിട്ട് ഇവരെടുത്തിട്ട് ഇത്രയും പൈസ ഇവർക്ക് അതിൽ എന്ത് മെച്ചം കിട്ടും എന്നൊക്കെ ഞാൻ കുറേ ചിന്തിച്ചു. ഉടായ്പായിരിക്കും ആണോ എന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷ. അപ്പോൾ വീട്ടിൽ 2 പഴയ പട്ടുസാരി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ പട്ടുസാരി ആ ഒരു ഇത് പട്ടുസാരിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആലുവയിൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. എന്താണിത്, ഉടായ്പാണോ ഉള്ള കാര്യമാണോ എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ചെമ്പുണ്ട്, സിൽവർ ഉണ്ട്. സിൽവറിനാണ് ഇവർ പൈസ കുറേ തരണമെന്ന് പറയണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സിൽവർ ആണോ എന്താണെന്ന് അറിയില്ല, പട്ടുസാരിയാണ് കയ്യിലിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ആലുവ വരെ കൊണ്ടുപോയി നോക്കാം, എന്താണ് സത്യകഥ എന്ന് അറിയാലോ. സോ 2 സാരി എടുത്ത് ഞാൻ ആലുവയ്ക്ക് നേരെ വിട്ടു കേട്ടോ. ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ഒന്നും ചെയ്യണില്ല, ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2 പട്ടുസാരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ ആലുവയിൽ നമ്മുടെ എവിടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ലാസ്റ്റായിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ ചെന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഇയാൾ ചിലവരൊക്കെ പറഞ്ഞിട്ട് ഉരച്ച് പോലും നോക്കണില്ല എന്നാട്ടോ പറയണത്. ഇയാൾ ഉരച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ ചെമ്പാന്ന് പറഞ്ഞു, രണ്ടാമത്തെ പ്ലാസ്റ്റിക്കാന്നും പറഞ്ഞു. ചെമ്പിന് ഒന്നും കിട്ടില്ലാന്ന്. സിൽവർ കൊണ്ടുവന്നാലാണ് 2,000 രൂപ കിട്ടണത്. ഈ 2,000 രൂപ കിട്ടണ സ്ഥലത്താണ് അവർ 48,000 കിട്ടി, 57,000 കിട്ടി, 35,000 കിട്ടി എന്നൊക്കെ തള്ളി വിടണത്. ഇവർക്ക് ഇത്രയും തള്ളി വിട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ചെറിയ എമൗണ്ട് ഒന്നും അല്ല ഇവർ പറയണത്. സിൽവർ മാത്രമേ ഉള്ളൂ കേട്ടോ, സിൽവറിനാണ് പൈസ. അതും സിൽവറിന് ഒരു സാരിക്ക് 2,000 രൂപയെ കിട്ടുള്ളൂ. ഈ 2,000ൻ്റെ സ്ഥാനത്താണ് ഇവർ ഇത്ര എമൗണ്ട് തള്ളി വിടണത്. ഈ കവറിൽ കാണുന്ന 2 സാരിയാണ് ഞാൻ കൊണ്ടുപോയത്. സോ ഗൈസ്, ഇതിപ്പോൾ എറണാകുളത്ത്, ആലുവയിലും പിന്നെ കോട്ടയത്ത് ഏതൊരു ജില്ലയിലും ഈ ഒരു സ്കീം, ഈ ഒരു കട ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അല്ലാണ്ട് ഈ എറണാകുളത്ത് നിന്ന് പുറത്തുള്ളവരും അങ്ങനെ ദൂരെയുള്ളവരും ഒന്നും ചുമ്മാ വണ്ടി ചിലവും മുടക്കി ആ ചിലവും ഇതാക്കി വരേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ചുമ്മാ പക്ക ഉടായ്പ. ഒരു വീഡിയോയിൽ പറഞ്ഞേക്കണം വെറും 4 സാരി വിറ്റിട്ട് 48,000 രൂപ കിട്ടുന്ന. ഈ സിൽവറിൻ്റെ സാരിക്ക് വെറും 2,000 രൂപയെ കിട്ടുള്ളൂ. ആ സ്ഥാനത്ത് എങ്ങനെയാണ് അവർക്ക് 45,000 കിട്ടിയത്? വെറുതെ എല്ലാവർക്കും ഉടായ്പൊന്നും ഇല്ലാത്തവരുണ്ടാവില്ല എങ്കിൽ അതിൽ കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തിക്കൂടെ ഇവർക്ക്? ഇത്രയും തള്ളി വിട്ടത് കണ്ട് പഴയ സാരി ഇരിക്കണവരൊക്കെ ഇഷ്ടംമാതിരി പോകണ്ടാവും, കിട്ടൂലോ എന്ന് വിചാരിച്ച്. വെറുതെയാ. ഉരച്ച് നോക്കിയിട്ട് സിൽവർ ആണെങ്കിൽ മാത്രം 2,000 രൂപ കിട്ടും. അതും ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ അങ്ങോട്ടാണ് അയാളോട് ചോദിച്ചത്, ഇത് ഉരച്ച് നോക്കിയപ്പോൾ ചെമ്പാണോ എന്നുള്ളത്. അപ്പോൾ അയാൾ ചെമ്പ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പോയിട്ടുള്ള വീഡിയോ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. മാത്രമല്ല ഞാനും ഫ്രണ്ടും കൂടെ വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഇതിനും കൂടെ കയറിയെന്നുള്ളൂ. അപ്പോൾ അവൾ വന്ന വണ്ടിക്കൂലി എങ്കിലും എന്താ ഉണ്ടാന്നൊക്കെ പറയണ്ടായിരുന്നു. അവസാനം കോമഡിയായി, അത് വേറെ കാര്യം. എങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ദൂരെ നിന്നുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ദയവ് ചെയ്ത് ഈ ഒരു വഴിക്ക് പോകാണ്ടിരിക്കുക. അവരുടെ വെറുതെ അത്രയും ട്രാവലിംഗ് ചാർജും മുടക്കി വെറുതെ. ഒരു കടയിൽ പറഞ്ഞത് ചെമ്പിന് 50 രൂപ കിട്ടുമെന്ന്. ഇത് ചെമ്പ് എടുക്കുക പോലും ഇല്ല ഞാൻ ചെന്ന സ്ഥലത്ത്. അങ്ങനത്തെ സ്കീമായിരുന്നു. 50 രൂപ പോലും കിട്ടൂല. 50 രൂപയ്ക്ക് വേണ്ടിയിട്ടല്ല, എങ്കിലും അയാളത് എടുക്കേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരെണ്ണം പ്ലാസ്റ്റിക്കും ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയില്ലല്ലോ, വീട്ടിൽ വല്ല ഉരച്ച് നോക്കാനുള്ള ഇതുണ്ടെങ്കിൽ അതിനകത്ത് ഉരച്ച് നോക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും നല്ലത്. വെറുതെ അവിടെ നിന്ന് ഇവിടം വരെ വന്ന് കയ്യിലുള്ള കാശും കളഞ്ഞ് കടിക്കണ പട്ടീനെ വാങ്ങിച്ചു എന്ന് പറയുന്ന അവസ്ഥ ആക്കണ്ടല്ലോ. സോ ഞങ്ങൾ പോയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. വൈറ്റ് വേണോ? വൈറ്റ് ഉണ്ടെങ്കിലാണ് പൈസ കിട്ടുള്ളൂ. ഇതിനാണ് ക്യാഷ്. ഇതിനിപ്പോ ഒന്നും കിട്ടില്ല. അപ്പൊ ഇതെന്താ, ചെമ്പാണോ? സിൽവർ ആണെങ്കിൽ മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ. 2,000 കിട്ടും. അപ്പൊ ഈ ഒരു സാരി പ്ലാസ്റ്റിക്കാ?
പറ്റിക്കപ്പെട്ടു guys. அதான் ஓல்டு சாரி ഇതൊക്കെ ഓൾഡ് സാരിയാ இப்போ 30 30 years 30 இயர்ஸ் 40 இயர்ஸ் அதுதான் கோல்டு அதுதான் போய் ஆமாம் இதெல்லாம் சும்மா சார் ചുമ്മാ സാരി വണ്ടിക്കൂലി കിട്ടുവോ? വണ്ടിക്കൂലി വണ്ടിക്കൂലി வண்டிக்கு ആ ஐயா എന്റെ തങ്കച്ചി தங்கச்சி മൂവാറ്റുപുഴയെന്ന് എന്റെ തങ്കച്ചി தங்கச்சி എന്താ വണ്ടിക്കൂലി എന്തേലും കൊടുക്ക് വ്ളോഗാ. அடையாளம் மரியாதை ഏ அடையாளம் மரியாதை ട്രാവലിംഗ് എക്സ്പെൻസ് ரொம்ப தூரம் தாண்டி வந்து தூரம் தாண்டி வந்தா போயிட்டு இருந்தா 2000 3000 5000 கூட கொடுப்போம் ഇനി ഒറിജിനൽ ആയിട്ട് വരാം ஓல்டு சாரியா கொடுக்குறோம் Old டேமேஜா இருந்தாலும் பரவாயில்ல டேமேஜா இருந்தாலும் பரவாயில்ல ஆமா நமக்கு தேவை இதான் காசு ഇതാണ് ഒറിജിനൽ இல்ல இல்ல இதுக்கு தான் காசு இதெல்லாம் கிடையாது இது மட்டும் இதெல்லாம் கிழிச்சு கொண்டு வந்து அப்புறம் സോ ഇതാണ് ആ ഒരു വീഡിയോ. കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരുമെന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും വരാണ്ടിരിക്കില്ല. സോ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. കുറേ ലോങ്ങിൽ നിന്ന് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചെന്ന് നോക്കാം, ഉരച്ച് കൊണ്ടുപോയി നോക്കാം. പക്ഷെ ലോങ്ങിൽ നിന്ന് വന്നവരൊക്കെ പോയി പെടരുത്. കാരണം അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ് തന്നെ ഇപ്പം ഞാൻ സെയിം ഡിസ്ട്രിക്റ്റിലുള്ളവർ നല്ലതായിട്ട് പറയണേ. ചിലവർ ദൂരേന്ന് വന്ന് പറ്റിക്കപ്പെട്ടു എന്നൊക്കെ ഓരോ കമൻസിലും കാര്യങ്ങളിലൊക്കെ കണ്ടു. അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ പറയണത്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മുടെ 100-200 പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് അതിലും കൂടുതൽ എക്സ്പെൻസൊക്കെ ആയിട്ട് വന്നവർക്ക് നല്ല പണി കിട്ടും. ഇവർ പറയണ കണ്ടില്ലേ, 2000 രൂപയെ കിട്ടുള്ളൂ, 5000 വരെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ തള്ളാന്ന് തോന്നണം. ആ ഫ്രണ്ടിലൊരു ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. എല്ലാം പഴയ സാരി 30 വർഷം പഴക്കമുള്ളതൊക്കെയാണ് കൊണ്ടുവരാൻ പറയണത്. സോ ഒരുപാട് ലോങ്ങിൽ നിന്ന് വരുന്നവരൊന്നും വന്ന് പറ്റിക്കപ്പെടാണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഓക്കെ, ബൈ.